ശുഭദിനം സുഹൃത്തുക്കളെ. അങ്ങനെ ഞാൻ വീണ്ടും ഒരു വീഡിയോയിൽ വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ സന്തോഷവാനാണ്. കാരണം എൻ്റെ ആദ്യത്തെ പ്രഡിക്ഷൻ തെറ്റി. അതായത് സ്പെയിൻ വാസ് ഫ്രാൻസ്. അതിൽ ഞാൻ ഫ്രാൻസ് വിജയിക്കുന്നതായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അത് തെറ്റിയപ്പോൾ എന്നെ കുറേ പേര്, അതായത് എൻ്റെ ഫ്രണ്ട്സ്, ഈ വീഡിയോ കണ്ട എൻ്റെ ഫ്രണ്ട്സ് എന്നെ കുറേ പേര് ഏറി കയറ്റിയിരുന്നു. പക്ഷെ ഞാൻ അതിൽ പറഞ്ഞ കാര്യം തന്നെ ഇപ്പോൾ സംഭവിച്ചു. ഫ്രാൻസ് വാസ് സ്പെയിൻ. ആ കളിയിൽ ആര് ജയിക്കുമോ അവർ യൂറോ കിരീടം ചൂടുമെന്നുള്ള എൻ്റെ പ്രവചനം 100% ശരിയായി. അപ്പോൾ അതിൽ ഞാൻ സന്തോഷവാനാണ്. കാരണം ഞാൻ ഫ്രാൻസ് വിജയിക്കും എന്ന് പ്രഖ്യാപിക്കാൻ കാരണം എൻ്റെ മനസ്സിലങ്ങനെ തോന്നാൻ കാരണം ഡിഫൻസ് വിൻ ടൈറ്റിൽ നിന്നാണല്ലോ. അപ്പോൾ ഫ്രാൻസ് തന്നെ എന്തായാലും വിജയിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ അവിടെ ഞാൻ ചിന്തിക്കാതെ പോയൊരു കാര്യമുണ്ട്. അവരുടെ അറ്റാക്കിംഗ് വളരെ വീക്കാണ്. ഏത് ഡിഫൻസ് എത്ര സ്ട്രോങ് ആയാലും അറ്റ്ലീസ്റ്റ് ഒരു ഗോളെങ്കിലും ഓപ്പൺ പ്ലേയിൽ അവർ അടിക്കേണ്ടതാണ്. കഥ ആരും അവരടിച്ചിട്ടില്ല. ആകെ ഒരു ഗോൾ നേടിയത് പോളണ്ടിനെതിരെ ഒരു പെനാൽറ്റിയാണ്. അപ്പോൾ ഞാൻ കരുതി മീൻസ് അത് ഞാൻ ചിന്തിക്കാൻ പോയില്ല. അവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത്. ഇപ്പോൾ സ്പെയിനിൻ്റെ അറ്റാക്കിങ് കിഡുമായിരുന്നു. എത്രയൊക്കെ ഫ്രാൻസിൻ്റെ ഡിഫൻസ് സ്ട്രോങ് ആണെങ്കിലും അറ്റാക്കിങ് അടിച്ചൊരു ഗോളെങ്കിലും അടിച്ച് കയറ്റിയാലല്ലേ ജയിക്കുകയുള്ളൂ, അല്ലാതെ ജയിക്കില്ലല്ലോ. കാരണം അവരാകെ ഒരു ഗോളേ വഴങ്ങിയിട്ടുള്ളൂ കേട്ടോ. കാരണം അവരുടെ ഡിഫൻസ് അത്ര തന്നെ സ്ട്രോങ് ആയിരുന്നു. കാരണം 2-1 അവർ സ്പെയിനെതിരെ തോക്കുന്നത്. ഒരു ഗോളാണ് 2 ഗോളാണ് അവരാകെ വഴങ്ങിയത്. അതത്ര വലിയ ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. 3, 4, 5 ഗോളൊന്നും അവർ വഴങ്ങിയില്ല. സോ അവരുടെ ഡിഫൻസ് കടുകട്ടി തന്നെയായിരുന്നു. പക്ഷേ അവർ അറ്റാക്കിങ്ങിലെ പോരായ്മയും അറ്റാക്കിങ്ങിലെ വീക്ക്നെസ്സും കൊണ്ട് തന്നെയാണ് ഫ്രാൻസ് സെമിയിൽ തോക്കാൻ കാരണമായത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കളിയൊന്നും ഇന്നലെ കണ്ടില്ല. ഇവിടെ ഭയങ്കര തിരക്കിലായിരുന്നു. എൻ്റെ മീൻസ് ഞാനൊരു ആയുർവേദ ഹോസ്പിറ്റൽ നടത്തുകയാണ്. ഇവിടെ ഇന്നലെ ചെന്നൈയിൽ നിന്ന് ഒരു ടീംസ് വന്നിട്ട്, അപ്പോൾ അതിൻ്റേതായ തിരക്കിൽ ആ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പോയിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് ഭയങ്കര ക്ഷീണത്തിൽ ഞാൻ കിടന്നുറങ്ങിപ്പോയി. അപ്പോൾ ഇന്നലത്തെ കളിയൊന്നും കണ്ടില്ല. ബട്ട് സ്പെയിൻ ജയിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല. കിടുക്കളിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയാൻ നിൽക്കുന്നില്ല. എന്തായാലും എൻ്റെ ആ പ്രവചനം ശരിയായി. ആ ഒരു സന്തോഷ വാർത്ത ഞാനിവിടെ പങ്കുവെക്കുകയാണ്. ഭയങ്കര ഹാപ്പി ഉണ്ട് അതിനകത്ത്. അല്ലെങ്കിൽ എന്നെ ഏറി കയറ്റിയായിരുന്നു ഞാൻ ഇംഗ്ലണ്ട് ജയിച്ചായിരുന്നു. പക്ഷേ ഇന്നലെയൊക്കെ എൻ്റെ മനസ്സ് തോന്നിയിരുന്നത് ഇംഗ്ലണ്ട് ജയിക്കുന്നതായിരുന്നു. അപ്പോൾ പക്ഷേ എന്തോ ഞാൻ ഇന്നലെ ഇവിടെ വന്ന പിള്ളേരുടെ അടുത്തൊക്കെ പറയുകയും ചെയ്തു ചിലപ്പോൾ ഇംഗ്ലണ്ട് ജയിക്കട്ടോ എന്നൊക്കെ. പക്ഷേ എന്തായാലും സ്പെയിൻ ജയിച്ചു. എൻ്റെ ആ ഒരു പ്രഡിക്ഷൻ ശരിയായി. അതായത് ടോട്ടൽ പ്രഡിക്ഷൻ അല്ല ശരിയായത്. അതിൽ ഞാൻ ആ കളിയിലെ വിന്നേഴ്സ് ആരോ അവർ ജയിക്കുന്നതിൻ്റെ കണക്ക് കൂട്ടൽ ശരിയായി. സന്തോഷം. ഇനി ഞാനിത് ഏറെ കയറില്ല എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.